ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പാർട്ടി വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിട്ടില്ലേ വൈറ്റ് ഫോറസ്റ്റ് പുഡിങ്ങിൻ്റെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ. അപ്പോൾ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കണ്ടു നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. എന്നും പറയുന്ന പോലെ തന്നെ ഒരു ഹേർട്ടെങ്കിലും കമൻറ്റായിട്ട് തരണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പുഡിങ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊരു വാനില സ്പഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 മുട്ടയും അരക്കപ്പ് പഞ്ചസാരയും അതുപോലെ തന്നെ അരക്കപ്പ് ഓയിൽ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഓയിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ, വെളിച്ചെണ്ണയൊന്നും യൂസ് ചെയ്യരുത്. ഏത് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഒരു മയോണൈസിൻ്റെ ആ ഒരു ടെക്സ്ചറിലൊക്കെ ഇല്ലേ, ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് ഞാൻ 1 കപ്പ് മൈദയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതൊന്ന് അരിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു അരിപ്പയിലോട്ട് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ നിറച്ച് നിറച്ചെടുക്കണ്ട, ലെവൽ ചെയ്തിട്ട് ബേക്കിംഗ് പൗഡർ എടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ അതൊന്ന് അരിച്ചെടുക്കുക. ഇങ്ങനെ എന്തായാലും ചെയ്യണം കേട്ടോ. 1-2 പ്രാവശ്യം ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഒരു വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി, എല്ലാ ഭാഗത്തും എല്ലാ പൗഡറും ആവുന്ന രീതിയിൽ. എന്നിട്ട് ഇനി നമുക്ക് ഈ ഒരു മുട്ടൻ്റെ മിക്സിലോട്ട് കുറച്ചായിട്ട് ഈ ഒരു മൈദൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് സാവധാനം ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. ഒരു ഭാഗത്തോട്ട് മാത്രമേ ഇതുപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇതിലോട്ട് അത് ചേർക്കുന്ന ടൈമിൽ ഞാനിവിടെ ഒരു 1/4 കപ്പ് പാലും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മൈദ ചേർത്ത് കുറച്ചൊന്ന് കട്ടിയാവുന്ന സമയത്ത് കുറച്ച് പാലും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ 3 പ്രാവശ്യമായിട്ട് ഞാൻ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 2 പ്രാവശ്യം ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെയും ചെയ്താൽ മതി. പക്ഷേ ഇങ്ങനെയാകുമ്പം നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തും മിക്സായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് കേക്കിൻ്റെ ബാറ്റർ കുറച്ച് നല്ല കട്ടിയാവാൻ പാടില്ല കേട്ടോ. കുറച്ച് ലൂസിൽ എന്തായാലും വേണം, എന്നാലേ കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരിക. അപ്പോൾ ആ ഒരു 1/4 കപ്പ് പാല് എനിക്ക് കറക്റ്റാണ് കേട്ടോ. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ നിറച്ച് വിനാഗിരിയും 1 ടീസ്പൂൺ തന്നെ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങളുടെ നല്ല ഡാർക്ക് വാനില എസൻസ് ഉള്ളെങ്കിൽ കുറച്ച് ചിലതൊക്കെ നല്ല സ്ട്രോങ് ആവും. വൈറ്റ് ആണെങ്കിൽ അത്രയ്ക്ക് സ്ട്രോങ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ബാക്കിയുള്ള പാലും കൂടി ഞാൻ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/4 കപ്പ് പാല് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാറ്റർ ഈ ഒരു ലൂസിൽ എന്തായാലും വേണം കേട്ടോ. അപ്പോൾ അത് റെഡിയാക്കി വെക്കുക. അപ്പോൾ അത് സെറ്റായി. ഇനി നമുക്കൊരു ഞാനൊരു കേക്ക് ടിന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയ ടിന്ന എടുത്തത്, കാരണം കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേക്കിന്. അപ്പോൾ ഞാനിത് ഇവിടെ ഒരു 6 ഇഞ്ചിൻ്റെ ടിന്ന എടുത്തത്. അപ്പോൾ അത് കുറച്ച് എന്തായാലും പൊങ്ങി വരുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ബട്ടർ പേപ്പർ ഇതുപോലെ വെച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ ബട്ടർ പേപ്പറിൻ്റെ താഴത്തും മേലിലായിട്ട് നന്നായിട്ട് തന്നെ ബട്ടറോ ഓയിലോ എന്തെങ്കിലും നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക. എന്നിട്ട് വേണം കേക്ക് ബാറ്റർ ഒഴിക്കാൻ വേണ്ടിയിട്ട്. അത് ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ടാപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ കേക്ക് നന്നായിട്ട് തന്നെ വരിക. ഇനി ഇത് നമുക്ക് ഒരു ഓവനിലോട്ട്, ഞാൻ ഓവനിലാട്ടോ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ നോൺ സ്റ്റിക്ക് പാനിലോ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ 200 ഡിഗ്രിയിൽ ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിന് 10 മിനിറ്റ്. അതിനുശേഷം 150 ഡിഗ്രിയിൽ ഞാൻ ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പാനിലാണ് ചെയ്യുന്നതെങ്കിൽ പാനിൽ ഒരു നോൺ സ്റ്റിക്ക് പാനിൻ്റെ താഴത്തൊരു തട്ട് വെച്ചിട്ട് അതിൽ വെച്ച് കൊടുത്താലും മതി കേട്ടോ. താഴെ എന്തെങ്കിലും ഒരു പാനോ പഴയ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കുമല്ലേ. ഇനി 1 കപ്പ് ഞാൻ പാലിലോട്ട് ഒരു 1/2 ടിന്ന് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ കേക്ക് റെഡിയാകുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്തെടുക്കാനുണ്ട് കേട്ടോ, പുഡിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പാലിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ കണ്ടൻസ് മിൽക്ക് നിങ്ങൾക്ക് കയ്യിൽ കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിൽ അഥവാ കുറവാണെങ്കിൽ, പക്ഷേ കണ്ടൻസ് മിൽക്ക് ചേർത്താൽ ആ ഒരു ടേസ്റ്റ് എന്തായാലും ഉണ്ടാവുക. പഞ്ചസാര പകുതി കണ്ടൻസ് മിൽക്കും അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്തായാലും കുറച്ചെങ്കിലും കണ്ടൻസ് മിൽക്ക് ചേർക്കണം, അപ്പോഴാ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് കുറച്ച് ക്രീം ബീറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ബൗളിലോട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുക. അത് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പക്ഷേ നമ്മൾ കേക്കിനൊക്കെ ആക്കുന്ന പോലെ സ്റ്റിഫായിട്ടുള്ള അങ്ങനെ വേണ്ട കേട്ടോ. കുറച്ചൊരു ലൂസിൽ തന്നെ ചെയ്യുക. ഇത് പുഡിംഗ് അല്ലേ. അപ്പം അതിലോട്ട് കുറച്ചൊന്ന് നന്നായിട്ട് തന്നെ ബീറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് നമുക്ക് ഇനിയും കുറച്ചും കൂടി കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഒരു 1/2 കപ്പോളം ക്രീം മാറ്റി വെക്കുന്നുണ്ട്. കാരണം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നന്നായിട്ട് നല്ല സ്റ്റിഫായിട്ടൊന്ന് ചെയ്യാനുണ്ട്, ബീറ്റ് ചെയ്യാനുണ്ട്. അപ്പം ഇതിൽ അത്രയ്ക്ക് വേണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ച് മാറ്റി വെച്ചതാണ്.
ഇനി ഇതിലോട്ട് ഞാൻ വീണ്ടും ഒരു 1/4 കപ്പോളം കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ക്രീം നല്ല മധുരമുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മധുരം ഇല്ലാത്തതാണെങ്കിൽ കുറച്ചും കൂടി എന്തായാലും ചേർത്ത് കൊടുക്കേണ്ടി വരും. ഈ ഒരു ക്രീമിൻ്റെ ടേസ്റ്റ് അല്ലേ നമ്മളെ പുഡിങ്ങിന് എന്തായാലും കൂടുതൽ ഉണ്ടാവുക. അപ്പം അതും കൂടി റെഡി ആയിട്ടുണ്ട്. ആ ടൈമിൽ അരമണിക്കൂർ കൊണ്ട് ഞാൻ കേക്ക് നോക്കിയപ്പോൾ അത്രയ്ക്ക് അങ്ങ് ആയിട്ടില്ല കേട്ടോ. കണ്ടില്ലേ, മേൽഭാഗമൊന്നും അങ്ങനെ ആയിട്ടില്ല. അപ്പം ഞാൻ കുറച്ചും കൂടി ഒരു 10 മിനിറ്റ് കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓരോ ഓവൻ്റെ അല്ലെങ്കിൽ ഓരോ ടൈം എനിക്ക് കറക്റ്റായിരുന്നു 10 മിനിറ്റ്. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്തത് കുറച്ച് കുറഞ്ഞു പോയോ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഞാൻ 10 മിനിറ്റും കൂടി വെച്ചപ്പോൾ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓവന് നോക്കുക, അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്യുക. നിങ്ങൾ പാനിലാണ് ചെയ്യുന്നെങ്കിൽ ഒരു 40-45 മിനിറ്റ് എന്തായാലും വേണ്ടി വരും കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് ഓരോ എന്താ പറയുക, നമ്മളെ ഗ്യാസിൻ്റെ ഫ്ലെയിമിൻ്റെ ഒക്കെ ഒരു സ്ട്രോങ്ങും ഇതൊക്കെ പോലെയല്ലേ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഇതിനനുസരിച്ചിട്ട് ചെയ്യുക. ഇനി ഞാൻ ഇത് ചെറിയ ചെറിയ പീസായിട്ട് കനം കുറഞ്ഞിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു കേക്ക്. അതിനെ ഞാനിങ്ങനെ കുറച്ച് എന്താ പറയുക ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ടായി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പുഡിങ്ങിന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാവും, കുറച്ച് കൂടുതൽ കേക്ക് കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ ആ ഒരു കനത്തിലൊക്കെ ഒരു 1 ഇഞ്ച് കനത്തിലൊക്കെ കട്ട് ചെയ്താൽ മതി കേട്ടോ പുഡിങ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കേക്ക് ഇതുപോലെ 4 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കേക്കിന് പകരം ബ്രെഡ് വെച്ചിട്ടും ഇതേപോലെ തന്നെ ഈ ഒരു പുഡിങ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ ഒരു പാലിൻ്റെ മിക്സിലോട്ട് കുറച്ച് വാനില എസൻസ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അത്ര ഒരു വ്യത്യാസമുള്ളൂ കേട്ടോ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പാലിൻ്റെ മിക്സും അതുപോലെ ക്രീമിൻ്റെ മിക്സൊക്കെ ഒന്ന് എടുത്ത് വെക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ നമ്മളൊരു പുഡിങ് ട്രേ എടുത്തിട്ട് അതിൻ്റെ ലാസ്റ്റിലായിട്ട് കുറച്ചൊന്ന് ക്രീം ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിന് കറക്റ്റായിട്ട് നമുക്ക് കേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു പീസ് ഞാൻ നടുവിൽ വെച്ചപ്പോൾ എൻ്റെ കുറച്ച് വലിയ പുഡിങ്ങിൻ്റെ ട്രേ ആണ്, അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചതേ ഉള്ളൂ. നിങ്ങൾ കുറച്ച് ചെറുതാണ് എടുക്കുന്നെങ്കിൽ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ വെക്കുക. ഇനി ഇതിൽ ഒരു ചെറുതായിട്ട് ഹോളൊക്കെ ആക്കി കൊടുത്തിട്ട് ഈ ഒരു പാലിൻ്റെ മിക്സിയില്ലേ ഇത് നന്നായിട്ട് കുതിർന്ന് വരുന്ന ആ ഒരു ഇതുവരെ നന്നായിട്ട് തന്നെ ആ ഒരു ഒഴിച്ചു കൊടുക്കുക, പാലും കണ്ടൻസ് മിൽക്കിൻ്റെ ആ ഒരു മിക്സ്. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യുക, കണ്ടൻസ് മിൽക്കും ഇതൊന്നും കുറക്കാണ്ട് തന്നെ ചെയ്യുക കേട്ടോ, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് നട്ട്സും കൂടി ഇടാനുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറീസ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെറീസ് ഇട്ട് കൊടുക്കുക, നിങ്ങളിഷ്ടം പോലെ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. ചെറീസ് ഉണ്ടെങ്കിൽ നല്ലത് തന്നെ, പക്ഷേ ഞാൻ ഇവിടെ ഇട്ടിട്ടില്ല, ഞാൻ കുറച്ച് മേലയിലാണ് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇട്ട് കൊടുത്ത കേട്ടോ. ഇനി ഇതിൽ കുറച്ച് ബദാമും കൂടി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കേക്ക് ആ ഒരു പുഡിംഗ് ട്രേൻ്റെ ഇതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് വെക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും ഈ ഒരു പാലിൻ്റെയും കണ്ടൻസ് മിൽക്കിൻ്റെയും മിക്സ് നന്നായിട്ട് കുതിരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഈ ഒരു ക്രീം ഇതിൻ്റെ മുകളിലായിട്ട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ല, നല്ല ടേസ്റ്റാണ് ഈ ഒരു പുഡിങ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ആ ഒരു സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിട്ടില്ല കുറച്ച് ക്രീം, കുറച്ചും കൂടി ബീറ്റ് ചെയ്തിട്ട് നല്ല സ്റ്റിഫാക്കി എടുത്തിട്ട് അത് ഒരു നോസിൽ വെച്ചിട്ട് ഈ ഒരു ഡിസൈനിലാക്കിയതാണ് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പുഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു വരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.